രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ യുവതിയുടെ പരാതി ഗൗരവമുള്ളതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. പുതിയ പരാതി കിട്ടിയ ഉടൻ തന്നെ DGPക്ക് കൈമാറിയല്ലോ. മറ്റു പാർട്ടിക്കാരെ പോലെ പരാതി കയ്യിൽ വച്ചിരിക്കില്ല. ഉചിതമായ സമയത്ത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തങ്കപ്പൻ പറഞ്ഞു. KPCC അതിന് നടപടി സ്വീകരിക്കാൻ അധികാരം ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് KPCC ആണ് അത് 100% ഉചിതമായി നടപടി സ്വീകരിക്കും. ഇത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിലൊരു അതെന്തോട്ടെ എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. രാഹുലിന്റെ രാജി ചോദിച്ചു വാങ്ങണ്ടേ? അത് എങ്ങനെയാണോ അത് എന്തായാലും നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് ഇന്ന് 2 ദിവസത്തിനുള്ളിൽ 100%. താങ്കൾ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ കീഴിൽ എൻ്റെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയും. പക്ഷേ ചോദിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ? DCC പ്രസിഡന്റിന് കൃത്യമായ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടില്ലേ ഇനിയും? ഇല്ല, അഭിപ്രായം പറയേണ്ടത് അത് ഞങ്ങളെല്ലാം പാർട്ടിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളല്ലേ. അത് അകത്തല്ലേ സംസാരിക്കേണ്ടത്, പുറത്ത് സംസാരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് സംസാരിക്കേണ്ട സമയത്ത് വീണ്ടും ഇങ്ങനെ പരാതി വരുന്നു. ഇതിന്റെ അവസാനം ഇല്ലേ? കാരണം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെതിരെയുള്ള പരാതികൾ. അത് ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ എന്തായാലും പരാതി KPCCക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരാതി എങ്ങനെയാണ് കാണുന്നത്? ഗൗരവത്തോടെയാണ് കാണുന്നത്. പിന്നെ ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയും മുന്നണിയും ഒക്കെ തന്നെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയിട്ട് പോലും അയാളുടെ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ ഇല്ലെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നടപടിയിൽ പുറത്താക്കാൻ ഒന്നിനും വരും. കാത്തിരുന്ന് കാണാം. എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ, വരും. ഇന്നലെ അല്ലേ കിട്ടിയത്? പരാതി കിട്ടിയത് ഇന്നലെയാണല്ലോ. ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു, അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ സ്നേഹിച്ചു, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പാർട്ടിയുടെ ആളായത് കൊണ്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നൽകിയ അധികാരവും സ്വാധീനങ്ങളും അയാൾ ഉപയോഗിച്ചു. എവിടെ സ്വാധീനം? സ്നേഹിക്കുന്നതിന് സ്വാധീനം ഉപയോഗിച്ചിട്ട് രണ്ടുപേരും കൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പരാതി ഉള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഗൗരവം കാണും. അത് നടപടിയില്ല. UTV ന്യൂസ് പാലക്കാട്.